രാം നാരായൺ രാം. ഇന്നത് നമുക്ക് സംസാരിക്കാനിരിക്കുന്ന വിഷയമാണ് അന്തരീക്ഷവും ആകാശവും. ഈ പരിപാടിയിലൂടെ നമ്മൾ പലവട്ടം കേട്ടിട്ടുണ്ട്, ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ആകാശത്തിൻ്റെ അനുഗ്രഹമാണ്. എന്നാൽ എന്തുകൊണ്ട് ഇത് പറയപ്പെടുന്നു? ഇന്ന് ഈ കാര്യത്തെ മഹാഗുരു ബാലക ബ്രഹ്മചാരി ജിയുടെ ദൃഷ്ടികോണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ഒരിക്കലും ആകാശത്തേക്ക് നോക്കി ഇതെന്താണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം നമ്മുടെ ജീവിതത്തിൽ എല്ലാം ആകാശത്തിൻ്റെ അനുഗ്രഹമാണ്. ആകാശത്തിൽ നിന്നാണ് ഊർജം ലഭിച്ചത്, അതിൽ നിന്നാണ് പ്രകൃതി സൃഷ്ടിക്കപ്പെട്ടത്, പ്രകൃതിയിൽ നിന്നാണ് നമ്മളും ഉരുവാക്കിയതും അതുമായി ബന്ധപ്പെട്ടതും. നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മനസ്സിലാകും, പ്രകൃതിയില്ലാതെ നമ്മൾ ഒരു ശ്വാസം പോലും എടുക്കാൻ കഴിയും. അതില്ലാതെ നമ്മൾ ജീവനോടെ കഴിയാൻ കഴിയും. ആകാശത്തിലും നക്ഷത്രങ്ങൾ രൂപം കൊണ്ടത് ഇവിടെയാണ്. സൂര്യനേക്കാൾ വലുതായ നക്ഷത്രങ്ങളും ആകാശത്തിൽ ഉണ്ട്. സൃഷ്ടിയുടെ തുടക്കത്തിൽ സൃഷ്ടി ഒരു അണുവോളം ചെറുതായിരുന്നു. എന്നാൽ ആ സമയത്ത് നിന്ന് സൃഷ്ടി വളർന്ന് വലുതായിരിക്കുകയും ചെയ്തു. ഒരു വറ്റമരം വളരെ വലുതായിരിക്കും, എന്നാൽ അതിൻ്റെ വിത്ത് വളരെ ചെറുതായിരിക്കും. ആ വിത്ത് വെച്ച് വളർത്തുമ്പോൾ അത് വളരെ വലുതായ വറ്റമരമായി മാറുന്നു. അതുപോലെയാണവ. ആകാശത്തിലെ എല്ലാ നക്ഷത്രങ്ങളും ഒരു ചെറിയ വിത്തിനോട് സാദൃശ്യമുള്ളവയായിരുന്നു. അത്ര ചെറുതായിരുന്ന അതിനെ ശാസ്ത്രജ്ഞർക്ക് അവരുടെ ഉപകരണങ്ങൾ കൊണ്ടും കാണാൻ കഴിഞ്ഞില്ല. ഈ ആകാശം ആദി അനാദി വേദങ്ങളുടേതായ സമ്പൂർണ്ണ പുസ്തകമാണ്. ഇതാണ് യഥാർത്ഥ പുസ്തകം, മനുഷ്യർ സൃഷ്ടിച്ചതല്ല. ഇതിൽ അനവധിയായ പേജുകളുണ്ട്. ഈ പേജുകൾ തന്നെയാണ് അനന്തമായ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും. ഓരോ ഗ്രഹ നക്ഷത്രത്തിനുള്ളിലും പഞ്ചഭൂതങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഈ നക്ഷത്രങ്ങൾ രൂപം കൊണ്ടതും പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ്. അതിൽ വെള്ളവും ഊർജവും കാറ്റും എല്ലാമുണ്ട്. ഇതിൽ നിന്നാണ് പ്രകൃതി ജനിച്ചതും അതിൽ നിന്ന് നമ്മളും സൃഷ്ടിക്കപ്പെട്ടതും. ഇവയുടെ ഊർജത്തിലാണ് നമ്മുടെ മനസ്സും ബുദ്ധിയും രൂപം കൊണ്ടത്. ഇതുതന്നെയാണ് ജീവിക്കാൻ ശരിയായ വഴികാട്ടി. പ്രകൃതിയുടെ ഒരു നിയമമുണ്ട്, അത് ഒരു സമ്പൂർണ്ണ ക്രമത്തിൽ പ്രവർത്തിക്കുന്നു. പ്രകൃതിയിലുണ്ടായിരിക്കുന്ന ഗ്രഹ നക്ഷത്രങ്ങൾ എല്ലാം തമ്മിൽ ഒരു തുലാസിലും ക്രമബദ്ധമായും മുന്നോട്ടു പോകുന്നു. അതുകൊണ്ട് എപ്പോഴും തർക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഭൂമിയിൽ നമ്മളിലിടയിൽ എന്തുകൊണ്ട് തർക്കങ്ങളുമുണ്ട്, തീർക്കലുമുണ്ട്? എന്തുകൊണ്ട് മനുഷ്യൻ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ പരസ്പരം ഭേദാഭേദം കാണുന്നു? പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഈ ക്രമബദ്ധമായ ജീവനും സമത്വവും പഠിക്കാനാകില്ല. ജീവിതം സത്യസന്ധമായി ക്രമത്തിൽ നയിക്കാനാകില്ല. ആകാശത്തിൽ നിന്നും അന്തരീക്ഷത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും നമ്മളെല്ലാം എല്ലാം നേടിക്കഴിഞ്ഞു. ഇത് പരമോന്നതമാണ്. ഇതിനേക്കാൾ വലിയതൊന്നുമില്ല. ആകാശം ഒരിക്കലും ഇതിൻ്റെ നക്ഷത്രങ്ങളോടും ഗ്രഹങ്ങളോടും പറയുന്നില്ല, ഞാനാണ് എല്ലാം, എൻ്റെ മുന്നിൽ എല്ലാം ചെറുതാണ്. എന്നാൽ മനുഷ്യൻ ഇതിൻ്റെ സൃഷ്ടി എന്തുകൊണ്ട് ഇത് പറയുന്നത്? അതുകൊണ്ടാണ് മനുഷ്യൻ്റെ സ്വഭാവം മാറ്റേണ്ടത്. അതുകൊണ്ട് ഭൂമിയിലും എല്ലാവരും സമത്വത്തിൽ ജീവിക്കണം. ഇത് മാറ്റണമെങ്കിൽ, ഒരു ക്രമത്തിൽ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കാണാൻ രാം നാരായൺ രാം എന്ന നാമവുമായി ബന്ധപ്പെടുക. ഇതാണ് നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരുന്ന അത്ഭുതമായ ബീജമന്ത്രം. ഇന്നുവരെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ നാമം ജപിച്ച് അവരുടെ ജീവിതം മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ എന്തിനാണ് വൈകുന്നത്? നിങ്ങൾക്ക് സമയമുണ്ടായാലെല്ലാം രാം നാരായൺ രാം ജപിക്കുക. ക്രമേണ ഈ നാമം നിങ്ങളുടെ ശ്വാസങ്ങളുമായി ചേരുകയും നിങ്ങളുടെ ജീവിതം സന്തോഷവും സമ്പൂർണ്ണവുമാക്കുകയും ചെയ്യും.